ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു പായസം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞാനിത് നുറുക്കരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇത് അധികം പൊടിയായിട്ടുള്ള അരിയല്ലേ, കുറച്ച് നുറുക്കായിട്ടുള്ള അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് അരി എടുത്തിട്ട് പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് വേവിക്കട്ടെ. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനിത് വെല്ലം ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. ഞാനിത് 500 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് കുത്തരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ അരി ആയതുകൊണ്ട് വേഗം വെന്ത് വരുള്ളൂ. അധികം പൊടി പോലത്തത് എടുക്കരുത്, അന്നേരം പായസം അത്രയ്ക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. ഞാനിത് കുറച്ച് നുറുക്കായിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കുക. അപ്പോഴേക്കും ഇത് വെല്ലം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ തേങ്ങയുടെ ഫസ്റ്റ് എടുത്ത പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കുക. പാൽ ഒഴിച്ചു കൊടുത്താൽ അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇത് ഏലക്കായിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് ചൂടാക്കിയിട്ട് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാലും ഈ ഗീൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. കണ്ടില്ലേ, ഇനി ഞാൻ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം. കേശവനിട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് വോയിസ് ഇട്ടത്. അപ്പോൾ ഞാനൊരു സേവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ പറയാം, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.